ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എടുക്കാൻ പോകുന്നത് 2025 നടന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 89/2025. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഓപ്ഷൻ സി ആണ് ഡച്ചുകാർ. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ കുളച്ചിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഡച്ചുകാരുമായാണ്. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി മാവോ സേതുങ്. വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏത്? വ്യാവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ബ്രിട്ടൻ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? രണ്ടാം വട്ടമേശ സമ്മേളനം. അഞ്ചാമത്തെ, മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? എന്താണ് മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ഓപ്ഷൻ സി ആണ് ബ്രസീൽ. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായവ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? ശരിയായത് 2, 3, 4 ആണ്. അപ്പോൾ 1 തെറ്റാണ്. ശിലകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജിയാണ്. പെഡോളജി അല്ല, പെട്രോളജിയാണ്. പെഡോളജി എന്ന് പറയുന്നത് മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ്. ശിലകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജിയും മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജിയുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തത്, തെറ്റായവ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? 1, 2, 3. ഇത് 3 തെറ്റാണ്. 4ാമത്തെ ശരിയാണ്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. 1ാമത്തെ തെറ്റാണ്. മാർബിൾ ഒരു തരം രൂപാന്തര ശിലയാണ്. ആഗ്നേയ ശിലയല്ല, രൂപാന്തര ശിലയാണ്. ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ്. ആരാണ്? സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകമേത്? ഓപ്ഷൻ ബി ആണ് വേലീബലം. കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം വേലീബലമാണ്. 9ാമത്തെ, തെറ്റായ പ്രസ്താവനയെ ചോദിക്കുന്നത് 1ഉം 4ഉം തെറ്റാണ്. റായ്പൂർ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമാണ്. റായ്പൂർ ജാർഖണ്ഡിൻ്റെ അല്ല, ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് റാഞ്ചിയാണ് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം. റായ്പൂർ ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ 29.1% വനം. കേരളത്തിൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ 29.1% വനങ്ങൾ. അടുത്തത്, സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ്? ജപ്പാൻ്റെയാണ്. ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം മിഷൻ എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജാണ്. ആരാണ്? KN രാജയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജ്. അടുത്തത്, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. അപ്പോൾ എന്തൊക്കെ ലക്ഷ്യമാക്കിയിട്ടാണ്? കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. ഇതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ ആസ്ഥാനമാണ് മുംബൈ ആണ് നബാർഡിൻ്റെ ആസ്ഥാനം. അടുത്തത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി.
5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി. അടുത്തത് നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ, ഇപ്പോഴത്തെ ചോദിക്കുന്നത് ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. കറൻറ്റ് അഫെയർ ആണ്. ഡോക്ടർ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. അദ്ദേഹം 2026 ഏപ്രിലാണ് ഈ സ്ഥാനത്ത് നിയമിതനായത്. ഓക്കെ. അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ഏതൊക്കെയാണ്? ഭക്ഷ്യക്ഷാമമില്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ. അടുത്തത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. 1ഉം 3ഉമാണ് കടമെടുത്തത്. എന്തൊക്കെയാണ്? ഭരണഘടന പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. ഇത് രണ്ടുമാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. അപ്പോൾ 2ഉം 4ഉം എവിടെ നിന്നാണ് കടമെടുത്തത്? രണ്ടാമത്തേതായ സ്പീക്കർ പദവിയും അധികാരങ്ങളും അത് കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ്. സ്പീക്കർ പദവിയും അധികാരങ്ങളും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അടുത്തത് ഹൈക്കോടതികളുടെ റിട്ടധികാരം. ആർട്ടിക്കിൾ 226 ആണ്. ഹൈക്കോടതികളുടെ റിട്ടധികാരം പറയുന്നത് ആർട്ടിക്കിൾ 226 മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി 42ാം ഭേദഗതി. ഏതാണ്? 42ാം ഭേദഗതിയാണ്. അടുത്തത് 19ാമത്തെ ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ജയിക്കാൻ ഭൂരിപക്ഷ വോട്ട് വേണം, വോട്ട് പാർട്ടിക്ക്. ഇത് രണ്ടുമാണ് ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? പെടാത്തതാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? 2ഉം 3ഉം. പൊതുജനാരോഗ്യം, മൃഗസംരക്ഷണം. ഇത് രണ്ടുമാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ പെടാത്തത്. അപ്പോൾ ഇത് ഏത് ലിസ്റ്റാണ് പെടുന്നത്? ഇത് രണ്ടും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. അപ്പോൾ പൊതുജനാരോഗ്യം, മൃഗസംരക്ഷണം ഇത് രണ്ടും ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ തൊഴിൽ സംഘടനകൾ, മായം ചേർക്കൽ ഇത് രണ്ടും ഏതിലാണ്? ഇത് രണ്ടുമാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ തൊഴിൽ സംഘടനകൾ, മായം ചേർക്കൽ ഇവ രണ്ടും കൺകറൻറ്റ് ലിസ്റ്റിലും, പൊതുജനാരോഗ്യ, മൃഗസംരക്ഷണം ഇവ രണ്ടും സ്റ്റേറ്റ് ലിസ്റ്റിലുമാണ് ഉൾപ്പെടുന്നത്. 21ാമത്തെ മിസ്റ്റേക്കുള്ള ക്വസ്റ്റ്യനാണ്. 22ാമത്തെ 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം ചോദിക്കുന്നത്. അത് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവാണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം. 2026 തീം ഏതാണെന്ന് വെച്ചാൽ അത് വന്ദേ മാതരത്തിൻ്റെ 150 വർഷം. വന്ദേ മാതരത്തിൻ്റെ 150 വർഷമാണ് 2026 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം. അടുത്തത് 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി ആണ് സി അച്യുതമേനോൻ. 1975 ജൂൺ 25 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സി അച്യുതമേനോനും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു. അടുത്തത് കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഓപ്ഷൻ ബി ആണ് തളിപ്പറമ്പ്. തളിപ്പറമ്പാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്തത് നിലവിലെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? നമ്മുടെ നിലവിലെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന് ചോദിക്കുന്നത് ഷാനിമോൾ ഉസ്മാനാണ്. ആരാണ്? ഷാനിമോൾ ഉസ്മാനാണ് നിലവിലെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. ഷാനിമോൾ ഉസ്മാൻ്റെ മണ്ഡലം അരൂറാണ്. എവിടെയാണ്? അരൂറാണ്. അരൂർ. ഓക്കെ.
സ്പീക്കർ ആരാ ചോദിച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന് പറയുന്നത്. കോട്ടയമാണ് മണ്ഡലം. ഷാനിമോൾ ഉസ്മാൻ്റെ അരൂറാണ് മണ്ഡലം. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ സി ആണ് വട്ടച്ചൊറി. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീരത്തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമേത്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീരത്തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമേത്? സെറിബെല്ലം. നമുക്കിങ്ങനെ ശരീരത്തിൻ്റെ ബാലൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ബെല്ലും ബ്രേക്ക് ഇല്ലാതെ അങ്ങനെ നടക്കുന്നതെന്ന് ഓർത്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ആൻസർ കിട്ടും സെറിബെല്ലം. ശരീരത്തുലന നില ബാലൻസ് പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം. അടുത്തത്, റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ എ. 30ാമത്തെ ക്വസ്റ്റ്യൻ, AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ടുരസിയാൽ അതിനെന്ത് സംഭവിക്കും? സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്ക്. ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത് എന്താണ്? ടോർക്ക്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥത്തിൻ്റെ പേര്? ജലമാണ് ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? ഓപ്ഷൻ എ ആണ് അൾട്രാവയലറ്റ് മേഖല. അൾട്രാവയലറ്റ് മേഖലയാണ് ആൻസർ. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ധാതാവാണ്. ഹൈഡ്രജൻ അയോൺ ധാതാവാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ബി ആണ് അരീനിയസ്. ആൻസർ അരീനിയസ്. അടുത്ത ക്വസ്റ്റ്യൻ, കാർബണിൻ്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപമേത്? ഓപ്ഷൻ സി ആണ് ആൻസർ ഗ്രാഫൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 37ാമത്തെ, കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകരംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡ് ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ എസ്.എൻ. പുരം സദാനന്ദൻ പുരസ്കാരം. എസ്.എൽ. പുരം സദാനന്ദൻ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. ഇത് മൂന്നുമാണ് കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ. അടുത്തത്, കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായ ജോഡിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആണ് 1ഉം 4ഉം ആണ് ശരിയായത്. അപ്പോൾ തെറ്റായത് ഏതൊക്കെയാണ്? മേരികോം, സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ മേരികോമിൻ്റെ ആത്മകഥ ഏതാ ചോദിച്ചാൽ അൺബ്രേക്കബിൾ ആണ് മേരികോമിൻ്റെ ആത്മകഥ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പ്ലേയിങ് ഇറ്റ് മൈ വേ ആണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ആത്മകഥ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ശരിയായതാണ് ചോദിക്കുന്നത്. 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ 2ഉം 4ഉം ആണ് തെറ്റ്. 2ൻ്റെ പറയുമ്പോൾ മീശ എന്ന നോവൽ എഴുതിയത് എസ് ഹരീഷാണ്. സമുദ്രശില എന്ന നോവൽ എഴുതിയത് സുഭാഷ് ചന്ദ്രനാണ്. അങ്ങോട്ടും മാറിക്കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. അടുത്തത്, പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ഓപ്ഷൻ സി ആണ് ആൻസർ. 2ഉം 3ഉം ആണ് ശരി എന്നാണ് പറയുന്നത്. കോട്ടയം ജില്ലയിലെ പാലയിലല്ല അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലെ വാടനാംകുറിശ്ശിയിലാണ് ഡോക്ടർ എം കുഞ്ഞാമൻ ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. അദ്ദേഹം ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. ശരിയാണ്. 27 വർഷമാണ് അദ്ദേഹം അധ്യാപകനായത്. ഇവിടെ കേരള സർവകലാശാലയിൽ. അദ്ദേഹത്തിൻ്റെ മേഖല ഏതൊക്കെ ചോദിച്ചാൽ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, ദളിത് ചിന്തകനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് ഒടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് ഒടുക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. അടുത്തത്, സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി. ഓപ്ഷൻ എ ആണ്, 3 വർഷമാണ് കാലാവധി. ഒഫീഷ്യൽ പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴ സംഖ്യ എത്ര ചോദിച്ചാൽ 25,000 ആണ്. 25,000 രൂപയാണ് പിഴയായിട്ട് ചുമത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനം. 57ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഒഫീഷ്യൽ പീരീഡാണ് ചോദിക്കുന്നത്. 3 വർഷമാണ്. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസിക്ക് റിപ്പോർട്ട് ചെയ്യണം. എത്ര മണിക്കൂറാണ്? 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ. എത്രയാണ്? 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ കസ്റ്റഡി മരണങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസിയെ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ. നെൽസൺ മണ്ടേല റൂള് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ് ആണ്. നെൽസൺ മണ്ടേല റൂള് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്താൻ പാടുള്ളതല്ല. എത്ര വർഷമാണ്? 1 വർഷമാണ് ആൻസർ. 1 വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്താൻ പാടുള്ളതല്ല. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ.